പാർത്ഥ, RSS രക്ഷിച്ചതാണോ അതോ മറ്റേതെങ്കിലും വഴിയിലൂടെ നേടിയെടുത്തതാണോ എന്നറിയില്ല. MR അജിത്കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് വിജിലൻസ്. അതായത് ഈ അനധികൃത സമ്പാദ്യമൊന്നും അദ്ദേഹം അനധികൃതമായി ഉണ്ടാക്കിയതെല്ലാം കഷ്ടപ്പെട്ട് നേടിയെടുത്തതെന്നാണ് പറയുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? അതായത് ADGP MR അജിത്കുമാറുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത്. അതായത് അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കാൻ ഇടപെട്ടു, അദ്ദേഹം RSSന്റെ ചാരനാണ്, RSS നേതാക്കന്മാരെ പോയി കണ്ടത് എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന തിരുവനന്തപുരത്തെ ഫ്ലാറ്റ് മറിച്ചു വിറ്റു. 10 ദിവസം മുൻപ് വാങ്ങി 10 ദിവസം കഴിയുമ്പോഴേക്ക് വലിയ വിലയ്ക്ക് മറിച്ചു വിറ്റു. പുതിയ ആഡംബര വീട് കവടിയാറിൽ പുതിയ ആഡംബര വീട് നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ഫണ്ട് ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മാത്രമല്ല മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്, അതിന്റെ വിഹിതം ഇദ്ദേഹം പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിച്ച്, പോലീസുകാർ തന്നെ സ്വർണം പൊട്ടിച്ച് അത് വിൽക്കുകയും അതിന്റെ ഫണ്ട്, അതായത് അതിന്റെ ഭാഗം ഈ അജിത്കുമാറിന് കിട്ടിയിട്ടുണ്ടെന്നും അതങ്ങ് മുകളിലോട്ട് P ശശി വരെ പോയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ RSSുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം RSS നേതാക്കന്മാരെ പോയി കണ്ടു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം നടന്നു. പക്ഷെ അതിൽ കൃത്യമായിട്ട് ഒരു നിലപാടെടുക്കാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു വ്യക്തി RSS നേതാക്കന്മാരെ വ്യക്തിപരമായി പോയി കാണുന്നതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിയമവിദഗ്ധർക്കിടയിലും അന്വേഷണ സംഘത്തിനിടയിലും ഉള്ളത്. അപ്പോൾ അന്വേഷണ സംഘത്തിൽ അദ്ദേഹം എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തൻ്റെ പദവി ദുരുപയോഗം ചെയ്ത് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പോയതാണോ എന്നുള്ള കാര്യത്തിനൊന്നും തന്നെ അവർക്ക് ഒരു തെളിവും ലഭിച്ചിട്ടില്ല. മാത്രമല്ല അവർ കണ്ടെത്തിയത് ഒരു സൗഹൃദ സന്ദർശനത്തിന് വേണ്ടി അദ്ദേഹം സന്ദർശിച്ചു. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള എന്നാൽ ദുരുപയോഗം ചെയ്യപ്പെടാത്ത തരത്തിൽ ഞാനൊരു ഓഫീസറാണെങ്കിൽ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ രാജ്യത്തിനോ ഭരണഘടനയ്ക്കോ സർക്കാർ സംവിധാനങ്ങൾക്കോ എതിരല്ലാത്ത വിധത്തിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ള റിപ്പോർട്ടാണ് അവസാനം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് MR അജിത്കുമാറിനെതിരെ വന്നിരുന്നത്. ഈ ആരോപണങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റാണ് ഈ പറയുന്ന വിജിലൻസിന്റെ അന്വേഷണ സംഘം കൊടുത്തിട്ടുള്ളത്. പലവിധ അന്വേഷണ സംഘങ്ങളായിരുന്നു, DGPയുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. ആ അന്വേഷണത്തിനൊടുവിൽ വിജിലൻസ് ഒരു കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായ തെളിവുകളോട് കൂടിയാണ് വിജിലൻസ് ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്, അഥവാ DGPക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. അതായത് കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നതായിരുന്നു ഒരാരോപണം ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്നും അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു. ഇതിന്റെ വ്യക്തമായ അന്വേഷണം, വിശദമായ അന്വേഷണം തന്നെ വിജിലൻസ് നടത്തി. ബിൽഡേഴ്സിന്റെ അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചു, രജിസ്റ്റർ ചെയ്ത ആളുകളുടെ കാര്യങ്ങൾ പരിശോധിച്ചു, ബ്രോക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എല്ലാ തരത്തിലും അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തിയതിലൂടെയാണ് ഈ ആരോപണം, അദ്ദേഹം ഇതിലായി ബന്ധപ്പെട്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കണ്ടെത്തൽ വിജിലൻസ് നടത്തിയത്. 2009 കോണ്ടൂർ ബിൽഡേഴ്സുമായി ഫ്ളാറ്റ് വാങ്ങാൻ 37 ലക്ഷം രൂപയ്ക്ക് MR അജിത്കുമാർ കരാറിൽപ്പെടുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട്. 37 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങാൻ വേണ്ടി 25 ലക്ഷം രൂപ അദ്ദേഹം SBIയിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 2013 കമ്പനി ഫ്ളാറ്റ് കൈമാറിയിട്ടുമുണ്ട്. അതായത് ഇപ്പോഴൊന്നുമല്ല, 2013 തന്നെ കമ്പനി ഫ്ളാറ്റ് കൈമാറിയിട്ടുണ്ട്. പക്ഷെ സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യാൻ വൈകി എന്നൊരു കാരണമുണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും പലരും ഫ്ളാറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് പേപ്പർ വർക്ക്സ് ഒക്കെ തീർക്കും. അപ്പോൾ ഉന്നതരൊക്കെ ആണെങ്കിൽ അങ്ങ് കയറി താമസിക്കും. എന്നിട്ട് ആ രജിസ്ട്രേഷൻ ബാക്കി ചില്ലറൊക്കെ കൊടുത്ത് തീർക്കാനുണ്ടാവും. അപ്പം ഈ സ്വന്തം പേരിലേക്ക് ഈ രജിസ്ട്രേഷൻ അങ്ങ് നീണ്ടുപോകും. അങ്ങനെ സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വൈക്കമുണ്ടായിരുന്നു. 4 വർഷം താമസിച്ച ശേഷം, അതായത് 4 കൊല്ലം താമസിച്ച ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് അദ്ദേഹം വിറ്റു. പണ്ടത്തേൽ നിന്ന് വ്യത്യസ്തമായി ആ സ്ഥലം ഒരുപാട് വികസിക്കുകയും അവിടെ തിരുവനന്തപുരമാണ്, അറിയാമല്ലോ, ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തു. അപ്പം സ്വാഭാവികമായും ഫ്ളാറ്റിന് വില കൂടും. അപ്പോൾ 65 ലക്ഷം രൂപയ്ക്ക് അദ്ദേഹം വിറ്റു. അങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള ക്രയവിക്രയ കാര്യങ്ങൾ നടന്നതിനിടെയാണ് അദ്ദേഹം സ്വന്തം പേരിലേക്ക് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള ഈ പറയുന്ന രജിസ്റ്റർ ചെയ്യുന്ന ആളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, ഇതിന്റെ സാങ്കേതികമായ തടസ്സം അനുഭവിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യാതെ 4 വർഷം താമസിച്ചത്. അപ്പോൾ അങ്ങനെ ആണ് 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ സാങ്കേതിക നടപടിയുടെ ഭാഗമായിട്ട്
സ്വന്തം പേരിലേക്ക് ഫ്ലാറ്റ് മാറ്റുകയായിരുന്നു എന്നുള്ള കണ്ടെത്തൽ കൃത്യമായി വില്ലേജ് ഓഫീസർ അടക്കമുള്ള രജിസ്ട്രിംഗ് ഓഫീസർ അടക്കമുള്ള ആൾക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് പൈസ കൊടുത്തിട്ട് സ്വന്തം പേരിലാക്കാതെ ഇതേ 4 വർഷം താമസിച്ചു. മുഴുവനായിട്ട് പൈസ കൊടുത്തിട്ടില്ല. അതായത് മുഴുവനായിട്ട് പൈസ കൊടുക്കാത്തത് കൊണ്ട് തന്നെയായിരുന്നു രജിസ്റ്റർ പേരിലാവാഞ്ഞത്. ഉന്നതരായ ഉദ്യോഗസ്ഥരാണ്, ബിൽഡേഴ്സുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ പൈസ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അല്പാൽപമായി കൊടുത്തു തീർക്കും. അങ്ങനെ മൊത്തം പൈസ കിട്ടിയാൽ മാത്രമാണല്ലോ ബിൽഡേഴ്സ് സ്വന്തം പേരിലേക്ക് ഇത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ 4 വർഷം സമയം കൊടുത്തു, കുറച്ച് പൈസ കൊടുക്കാനായിട്ട് 4 വർഷം സമയം കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്, അത് മനസ്സിലാക്കണം. അതെ, അപ്പം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. പിന്നെ മറ്റൊരു ആരോപണം ഉണ്ടായിരുന്നത് ഈ പറയുന്ന ആഡംബര വീടിന്റെ കാര്യത്തിലാണ്. കവടിയാറിൽ അദ്ദേഹം വലിയ ആഡംബര വീട് നിർമ്മിച്ചു. പിന്നെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഉള്ള സ്ഥലത്താണ് അദ്ദേഹം. കവടിയാർ കൊട്ടാരം നോക്കിയാൽ കാണുന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം വലിയ വീടെടുത്തത് എന്നൊക്കെയായിരുന്നു ആരോപണം ഉണ്ടായിരുന്നത്. ആഡംബര ബംഗ്ലാവ് നിർമ്മിക്കുന്നുണ്ടായിരുന്നു. താഴത്തെ കാർ പാർക്കിംഗ് നില ഉൾപ്പെടെ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. എന്നാൽ SBIയിൽ നിന്ന് 1.5 കോടി രൂപ അദ്ദേഹം വായ്പ എടുത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് വിജിലൻസ്. അതായത് SBIയിൽ നിന്ന് 1.5 കോടി രൂപ വായ്പ എടുത്ത് വീട് നിർമ്മാണത്തിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ യഥാസമയം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും സ്വത്ത് വിവര പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാരിന്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഥവാ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് കസ്റ്റംസിൽ ചിലരുടെ 1.5 കോടിക്ക് ബംഗ്ലാവിന്റെ പണി തീർന്നു. 1.5 കോടിക്ക് പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. 1.5 കോടിക്ക് ഇത്രയും വലിയ ബംഗ്ലാവിന്റെ പണി തീരുമോ ഇല്ലയോ എന്നുള്ളത് വിജിലൻസിന്റെ ജോലിയല്ല. അതെ, അത് തീരുമോ എന്നുള്ള അറിയില്ല. ചിലപ്പോൾ ഇനി ഒരു പക്ഷെ പൈസ വേണ്ടി വന്നേക്കാം. ലോൺ എടുക്കുമായിരിക്കും 2 കോടി. വേറെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ടല്ലോ. അതെ, കസ്റ്റംസിലെ ചിലരുടെ സഹായത്തോടെ കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം MR അജിത് കുമാറിന് ലഭിച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം. ഇതിലും കൃത്യമായ അന്വേഷണം വിജിലൻസ് നടത്തിയിട്ടുണ്ട്. വിജിലൻസ് നടത്തിയിട്ട് ക്ലീൻ ചിറ്റ് മാത്രമല്ല, ഇതിൽ വിജിലൻസ് പറയുന്നത് സുജിത് ദാസിന്റെ കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടിയതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസുകളിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം സുജിത് ദാസിന്റെ നേതൃ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സന്തോഷിക്കാം. കാര്യം ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചാൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ മുക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമാണല്ലോ. ഈ MR അജിത് കുമാറിനെ പറ്റി എനിക്ക് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹത്തിന് വിജിലൻസ് അന്വേഷണമാണ് ക്ലിയറൻസ് കൊടുത്തത്. പക്ഷെ സുജിത് ദാസ് ഒരു മഹാവൃത്തികെട്ടവനാണെന്ന് എല്ലാ ആളുകളും പറയുന്നത്, PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ സ്വർണം പിടിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് സ്വർണം പിടിക്കാൻ ഇത്ര വ്യഗ്രതയായിരുന്നു നിയമം നടപ്പിലാക്കാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും അങ്ങനെ പിടികൂടിയെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വരെ കേസിൽ കസ്റ്റംസ് വരെ പ്രതിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മലപ്പുറം SPയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും MR അജിത് കുമാറിനെ ബന്ധിപ്പിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. അത് അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന PV അൻവർ വെറുതെ ഒരു ഉണ്ടയില്ല വെടിവെച്ചതാണ് എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത്. അതായത് ഈ MR അജിത് കുമാറിനോട് ഒരു പക PV അൻവറിന് ഉണ്ടായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അന്തിമ റിപ്പോർട്ട് അന്വേഷണ സംഘം 2 ആഴ്ചക്കകം DGPക്ക് കൈമാറുമെന്നും, ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് മരം മുറിച്ചത് തീർത്തും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് അതിന് തീരുമാനമെടുത്തത്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിന് യാതൊരു ബന്ധം പോലും ഇല്ല എന്നും, അത് എന്തുകൊണ്ടാണ് PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് എന്നുള്ളത് വ്യക്തമാണെന്നില്ല, അതല്ലെങ്കിൽ സ്വകാര്യമായ പകയുടെ അടിസ്ഥാനത്തിലായിരിക്കാമെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. കണ്ണിൽ പൊടിയിടാനാണെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു. ഇപ്പോഴും പ്രതിപക്ഷം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഭവം കണ്ണിൽ പൊടിയിടാനാണ്, ഇത്തരത്തിലുള്ള വിജിലൻസ് റിപ്പോർട്ടും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി വരാനുള്ളത് തൃശ്ശൂർ പൂരം അട്ടിമറിയിൽ RSSനെ ഇദ്ദേഹം സഹായിച്ചു എന്നുള്ള കാര്യത്തിന്റെ പുറത്ത് മാത്രമാണ് അന്വേഷണം വരാനുള്ളത്. അതിൽ തന്നെ RSS പറയുന്നു, ഞങ്ങളാണ് ആദ്യം പോയി BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള B ഗോപാലകൃഷ്ണൻ ആദ്യമായി പരാതി കോടതിയിൽ കൊടുത്തത്. ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ അങ്ങ് അന്വേഷിക്കണം എന്നുള്ളത്. BJP പറയുന്നു CPMനെ സഹായിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ പണിയെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ കേസിലെ അന്വേഷണം കൂടി മാത്രമാണ് MR അജിത് കുമാറിനെതിരായിക്കൊണ്ട് ഇനി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണത്തിൽ വരാനുള്ളത്. അതിൽ RSSനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവാം, എനിക്കറിയില്ല. എങ്കിൽ പോലും ഇത്തരം കേസുകളിൽ നിന്നെല്ലാം MR അജിത് കുമാർ കുറ്റമോചിതനായിരിക്കുന്നു. അദ്ദേഹത്തിന് DGP തസ്തികയിലേക്ക് പ്രൊമോഷൻ നൽകാമെന്ന് കേരള മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുന്നു. അദ്ദേഹം DGP ആകും. ഒരുപക്ഷെ അടുത്ത ഒഴിവിൽ ഈ പറയുന്ന ഇപ്പോഴത്തെ ഷേഖ് ദർവേ സാഹിബ് ഒഴിയുന്ന ഒഴിവിൽ ഒരു DGP ആയി തന്നെ അദ്ദേഹം വരാനുള്ള സാധ്യതയുമുണ്ട്.